കോടതിയിലെ ഉത്തരവിലെ ലൈനിലുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം. കേസ് ഫയൽ ചെയ്തവർക്കാണ് തിരിച്ചടി. അവരുടെ ആർഗ്യുമെന്റിനെ കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണ്? അവരാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണം. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണസമിതി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് നല്ല ജനപിന്തുണയോടെ മുന്നോട്ട് പോകുന്ന ഭരണസമിതി, ആ ഭരണസമിതിയെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾക്കാണ് തിരിച്ചടിയേറ്റിരിക്കുന്നത്. ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ റെസ്പോണ്ടൻസ് ആയിട്ട് പോയ വന്ന കൗൺസിലർമാരുടെ പേരുകളല്ലാതെ മറ്റു ചിലർ കൂടി ചില ദൈവങ്ങളുടെ പേര് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 101 പേർക്കും ഈ വിധി ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചും ആലോചിക്കും, അതിന്റെ നിയമവശങ്ങൾ ആലോചിക്കും. അതെല്ലാം. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് BJP അധികാരത്തിൽ വരുന്നത് ചരിത്രം കുറിച്ചുകൊണ്ടാണ്. ഇടതുകോട്ടയായ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ശക്തമായിട്ട് ഏറ്റെടുക്കുന്ന സമയത്ത് ഒരുപാട് വിരോധികൾ അല്ലെങ്കിൽ ഒരുപാട് ശത്രുക്കൾ BJPക്ക് ഉണ്ടായി എന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ BJP വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അതായത് സത്യപ്രതിജ്ഞാ സമയത്ത് കൗൺസിലർമാർ പലരും തൻ്റെ ഓരോ പ്രിയപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ചിലർ ആറ്റുകാലമ്മയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. അങ്ങനെ ഓരോരുത്തരും അവർ വിശ്വസിക്കുന്ന പ്രത്യേകം മതവിഭാഗത്തിലെ അല്ലെങ്കിൽ പ്രത്യേകം ദൈവത്തിൻ്റെയൊക്കെ പേരും കാര്യങ്ങളുമൊക്കെ വെച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. പക്ഷേ ഈ സത്യപ്രതിജ്ഞ ചെയ്തത് നിയമലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ശക്തമായിരുന്നു. ഇത് കോടതിയിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ കോടതി ഒരു ഉത്തരവ് നൽകിയിരിക്കുന്നു. കോടതിയിലെ ആ ഉത്തരവ് പ്രകാരം പുതിയ ഒരു തവണ കൂടെ ഈ പറയുന്ന സത്യപ്രതിജ്ഞ നടത്തണം എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. വളരെ വലിയ വിവാദങ്ങളിലൂടെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനും BJPയും ഒക്കെ ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതിൽ കൃത്യമായിട്ടുള്ള BJPയുടെ നിലപാട് പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് മേയർ VV രാജേഷ്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ പുതിയ ഭരണസമിതി അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ നടന്ന ദിവസം ചില കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുൻപാകെ ഒരു കേസ് നിലവിലുണ്ടായിരുന്നു. ഇന്ന് ആ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി പറഞ്ഞിരിക്കുകയാണ്. കേസിന്റെ വാദം ആരംഭിച്ച സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ചില നിരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വിധി വന്നതിന് ശേഷം ആ കൗൺസിലർമാരൊക്കെ ആയിട്ട് മേയർ എന്നുള്ളതിലേക്ക് ബന്ധപ്പെട്ടു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവർ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. അത് അക്ഷരപ്രതി അനുസരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ഭരണസമിതി ശക്തമായിട്ട് മുന്നോട്ട് പോകും. ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം വരുന്നത് ഈ ഇപ്പോൾ 20 പേരുടെ സത്യപ്രതിജ്ഞയാണ് അസാധുവാക്കിയിരിക്കുന്നത്. അവർക്ക് സ്വാഭാവികമായും പുതിയ സത്യപ്രതിജ്ഞ ചെയ്തവരാണ് കൗൺസിലർമാരല്ല. അവരായിരുന്നു മേയർ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. അപ്പോൾ മേയർ തെരഞ്ഞെടുപ്പും ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പും അസാധുവാകുന്നുണ്ട് എന്നുള്ളതാണ് CPM ആരോപിക്കുന്നത്. അവർ കൗൺസിലർ ഇപ്പൊ അല്ലെന്ന് കോടതി വിധി പറഞ്ഞിട്ടുണ്ടോ? അല്ല, അവർ കൗൺസിലർ അല്ല എന്ന് കോടതിയുടെ വിധിയിൽ ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത്, അവർ ഇപ്പൊ കൗൺസിലർമാരല്ല എന്ന് കോടതിയുടെ വിധിയിലുണ്ടോ? ഏത് ലൈനിലുള്ളത്? ഞാൻ സ്വാഭാവികതയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവിൽ ഏതെങ്കിലും ഒരു വരിയിൽ അവരിപ്പോൾ കൗൺസിലർ അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിന് മറുപടി പറയാം. അതെ, തീർച്ചയായിട്ടും നടക്കും. തീർച്ചയായിട്ടും നടക്കണം. ബഹുമാനോടെ കോടതി അതല്ലേ പറഞ്ഞിരിക്കുന്നത്. അല്ല, അത് പറ്റേ 4 ആഴ്ച സമയം ഉണ്ടല്ലോ. ഇതിപ്പോ വന്നിട്ട് 10 മിനിറ്റ് 15 മിനിറ്റ് അല്ലേ ആയുള്ളൂ. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഇത് വീണ്ടും ചോദ്യം വരുമല്ലോ, ഈ ആവശ്യം വരുമല്ലോ. കോടതി തീരുമാനിക്കുന്നതനുസരിച്ചിട്ട് കോടതി അങ്ങനെയാണ് പറയുന്നതെങ്കിൽ അങ്ങനെ ചെയ്യും. പറയണം. അങ്ങനെ ഉണ്ട്. എങ്കിൽ ചോദിച്ച എന്തെങ്കിലും ലൈനിലുണ്ടോ? കോടതിയിലെ ഉത്തരവിലെ ലൈനിലുണ്ടോ ഞാൻ മറുപടി പറയാം. അല്ല, സാധുത ഏതിന് സാധ്യതയുണ്ടെന്നുള്ളതാണ് പ്രധാനമായിട്ടും. പക്ഷേ എന്റെ സംശയമാണ് 20 പേരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കിയിട്ടുണ്ടെങ്കിൽ അവർ സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം മേയർ തെരഞ്ഞെടുപ്പിൽ അവർ വോട്ട് ചെയ്യുമ്പോൾ അത് അസാധുവാകില്ലേ എന്നുള്ളതാണ് സംശയം.
അല്ല ചോദിക്കുന്നുണ്ട്. അല്ല, അവരുടെ ചോദ്യത്തിനല്ല ഞാൻ മറുപടി പറയുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജഡ്ജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ ചോദ്യത്തിനാണ്. ഹൈക്കോടതി ഉത്തരവിൽ അങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടെങ്കിൽ അതിന് മറുപടി പറയാൻ മേയർ എന്നുള്ളതിൽ ബാധ്യസ്ഥനാണ്. ഞങ്ങൾ ഹൈക്കോടതി ഉത്തരവിനെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നു, അനുസരിക്കുന്നു. തീർച്ചയായിട്ടും അത് അജണ്ട എല്ലാം ഇപ്പൊ തയ്യാറായിക്കൊണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ കൗൺസിലർമാർക്ക് അജണ്ട നൽകി തുടങ്ങും. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇവിടെ ഉണ്ട്, അതൊന്ന് ചേർന്ന് കഴിഞ്ഞാൽ അജണ്ട നൽകി തുടങ്ങും. അത് നേരത്തെ തന്നെ പറഞ്ഞാണല്ലോ, വളരെ മുമ്പ് തന്നെ 29 കൗൺസിൽ യോഗം പ്രിപ്പയർ ആയിട്ട് അജണ്ട പ്രിപ്പയർ ആയി കഴിഞ്ഞു. 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ ഉണ്ട്, അവർ 3 പേരുണ്ട്, അവരൊക്കെ പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഹെൽത്ത് നടക്കുക, ഹെൽത്ത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുക. എവിടെ ഉത്തരവില്ലതുണ്ടോ? മേയർ ഒരു മേയർക്കും ഒരു ഡെപ്യൂട്ടി മേയർക്കും മാത്രമേ ഒരു സമയം തുടരാൻ പറ്റുള്ളൂ. ഇപ്പൊ രണ്ടും ഉണ്ട്. കോടതി ഉത്തരവില്ല അതില്ലല്ലോ. ഇനി വേറൊരു കാര്യം കൂടി, മേയർ എന്നുള്ള നിലയ്ക്ക് ഈ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഞങ്ങളുടെ ആലോചനയിൽ വന്നിട്ടുണ്ട്. ഈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പാകെ റെസ്പോണ്ടൻസ് ആയിട്ട് പോയ വന്ന കൗൺസിലർമാരുടെ പേരുകളല്ലാതെ മറ്റു ചിലർ കൂടി ചില ദൈവങ്ങളുടെ പേര് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും 101 പേർക്കും ഈ വിധി ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് അവരെ കൂടി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിനെക്കുറിച്ചും ആലോചിക്കും, അതിന്റെ നിയമവശങ്ങൾ ആലോചിക്കും. അതെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ മിനിറ്റ്സിലുണ്ട്, കേസ് പാർട്ടിലൊക്കെ ഉണ്ട്. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ അവരുടെ അസാധുവായിപ്പോ ഈ വിധി വരുമ്പോൾ 101 പേർക്കും ബാധകമാണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ ഹൈക്കോടതിയുടെ മുമ്പാകെ ഇപ്പൊ നിലവിലുള്ള കേസിൽ ഉള്ള കൗൺസിലർമാരല്ലാതെ മറ്റു പലരും കൂടി, അത് ഫയൽ ചെയ്തവർ അത് ഫയൽ ചെയ്തില്ല, അവരുടെ പേര് ഫയൽ ചെയ്തില്ല, അതുകൂടി കണ്ടെത്തിയിട്ട് അവരുകൂടി ചെയ്യേണ്ടി വരും. അതിനോട് നിയമവശം പരിശോധിക്കും. എല്ലാ പേരും ഈശ്വരനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ അല്ലാതെ ചെയ്ത എല്ലാ പേരും അതിൽ ആപ്ലിക്കബിൾ ആണ്. അപ്പൊ അങ്ങനെ ചെയ്തിട്ടുള്ള മറ്റാൾക്കാരുണ്ട്, രേഖകൾ കാണിക്കുന്ന അങ്ങനെയാണ്, അവരും ഇവിടെ ചെയ്യേണ്ടി വരും. അതാണ് ഞാൻ അടുത്ത പറയാൻ പോകുന്ന പോയിന്റ്. ഈ കേസ് നിങ്ങൾ പല മാധ്യമങ്ങളും വാർത്ത കൊടുക്കുന്നത് തിരിച്ചടി കേസ് ഫയൽ ചെയ്തവർക്കാണ്. തിരിച്ചടി. അവരുടെ ആർഗ്യുമെന്റിനെ കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കാരണം എന്താണ്? അവരാവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണം. അതായത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഒരു ഭരണസമിതി ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച് നല്ല ജനപിന്തുണയോടെ മുന്നോട്ട് പോകുന്ന ഭരണസമിതി, ആ ഭരണസമിതിയെ അസ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി നടത്തിയ പരിശ്രമങ്ങൾക്കാണ് തിരിച്ചടിയേറ്റിരിക്കുന്നത്, അല്ലേ? അതിൽ ഒരു വാക്ക് പോലും ഈ കൗൺസിലർമാർ അസാധുവാണെന്നോ ഇവരുടെ തെരഞ്ഞെടുപ്പ് അസാധുവാണെന്നോ ഇവർ ഇപ്പോൾ കൗൺസിലർമാരല്ലെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. 24 മണിക്കൂറിനോ 48 മണിക്കൂറിനോ സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. അടുത്ത കൗൺസിൽ യോഗത്തിന് മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നും പറഞ്ഞിട്ടില്ല. 4 ആഴ്ചയ്ക്കകം സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കേസ് ഫയൽ ചെയ്തവർക്കാണ് തിരിച്ചടി. ഈ കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പാകെ വന്നപ്പോൾ തന്നെ, ഈ വിഷയം ചർച്ചയിൽ വന്നപ്പോൾ തന്നെ ഇതിൽ എല്ലാ വശങ്ങളും ഞങ്ങൾ ആലോചിച്ചിരുന്നു ഭരണസമിതി. അപ്പൊ അതിൽ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ അവസാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നല്ല കോൺഫിഡൻസ്, മുമ്പത്തേക്കാൾ കൂടുതൽ ആത്മവിശ്വാസത്തിൽ ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അതാണ് അതെ 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 തീർച്ചയായിട്ടും. മാത്രമല്ല, ഈ ഫയൽ ചെയ്തവരുടെ ഉദ്ദേശശുദ്ധി ജനാധിപത്യത്തെ സംരക്ഷിക്കലായിരുന്നുവെങ്കിൽ അങ്ങനെ ഓരോ ദൈവങ്ങളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത് എല്ലാവരെയും പ്രതിയായി കേസ് കൊടുക്കണമായിരുന്നു. കൊടുത്തില്ല, സെലക്റ്റീവായി അവിടെ. ആ സങ്കുചിതമായ മാനസികാവസ്ഥയും കൂടിയാണ് ചിന്തിക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ട് കൊടുത്തില്ല? ഒന്നുകിൽ ആരെങ്കിലും പ്രീതിപ്പെടുത്താൻ വേണ്ടി, പ്രീണിപ്പിക്കുവാനോ പ്രീതിപ്പെടുത്തുവാനോ ഭയം കൊണ്ടാണ് ഫയൽ ചെയ്യാത്തത്. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് പരാതിക്കാർ ഇറങ്ങിയതെങ്കിൽ അങ്ങനെ ചെയ്ത എല്ലാവരെയും പ്രതിയായി കൊടുക്കണമായിരുന്നു. ഞാനൊന്നും പറഞ്ഞില്ല. മറ്റു പലരും പല ഈശ്വരന്മാരുടെയും പേരിൽ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ് ഇറങ്ങി, സെലക്റ്റീവായിട്ട് സംരക്ഷിക്കാൻ ഇറങ്ങരുത്. നിങ്ങൾ പരാതി കൊടുത്ത ആളിനോട് ചോദിച്ചു നോക്കണം. ഞാൻ മേയർ എന്നുള്ള നിലയ്ക്ക് ഒരു പേരും, പക്ഷെ അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഈക്വലി ആപ്ലിക്കബിൾ ആണ് ഈ വിധി 101 പേർക്ക്. ഈ കേസിൽപ്പെട്ടവരല്ലാതെ മറ്റാരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ചെയ്യണമോ? ഉണ്ട്, ഉള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ ഉണ്ട്, രേഖകളോട് പരിശോധിച്ചിട്ട് പറയാം.
ഞാൻ പിന്നെ മേയർ എന്നുള്ള എനിക്ക് പിറ്റേ ദിവസം മുതൽ ഇപ്പം ഇവിടെ കളക്ടറും സത്യപ്രതിജ്ഞ ചെയ്തിട്ട് പോയി. പിറ്റേ ദിവസം മുതൽ ആരൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നത് പരിശോധിച്ച് നടക്കേണ്ടത് എന്റെ ജോലിയുമല്ല, അതിന് സമയമില്ല. ഇനി ഇങ്ങനെ വന്ന സാഹചര്യത്തിൽ മേയർ എന്നുള്ളതിൽ പരിശോധിക്കണം. കാരണം ഇങ്ങനൊരു വിധി വന്നിട്ട് അവരും കൂടി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തില്ലെങ്കിൽ, അസാധുവായ ഒരു 4 ആഴ്ചയ്ക്കും ചെയ്തില്ലെങ്കിൽ സാധൂകരിക്കപ്പെടാത്ത ഒരു കൗൺസിലറായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. പിന്നീട് ആരെങ്കിലും ഒരു കേസിന് പോയി കഴിഞ്ഞാൽ അവർ ഇടപെട്ട് ചെയ്തതിനൊക്കെ തന്നെ പേഴ്സണലി ലൈബിൾ ആയിരിക്കും. അങ്ങനെ ഒരു പ്രതിസന്ധിയിലോട്ട് പ്രതിപക്ഷത്തെ കൗൺസിലർ ആണെങ്കിലും തിരുവനന്തപുരം നഗരസഭ പോകാൻ പാടില്ലല്ലോ. അപ്പൊ ഇവിടെ മേയർ എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിക്കുന്നത്, ഒരു പ്രതിപക്ഷ കൗൺസിലർ ആണെങ്കിലും അവർ പ്രതിസന്ധിയിലാവാൻ പാടില്ല. കാര്യം ജനങ്ങൾ തിരഞ്ഞെടുത്ത് 5 വർഷത്തേക്ക് വിട്ടതാണ്. അപ്പൊ നിയമ പരിരക്ഷ അവർക്കും ഉണ്ടാകണം. അതുകൊണ്ട് ഈ 20 പേരെ സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നതിനെ പോലെയോ അതിനേക്കാൾ കൂടുതലോ പരിഗണന കൊടുത്തുകൊണ്ട് അവരെയും സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കും. അല്ല, അത് 20 അസാധുവല്ല എന്ന് പറയുമ്പോൾ അത് മാത്രം എടുത്തു പറയുന്നത്. നമ്മൾ അതിൽ ഇത്രയും നേരം ചർച്ച ചെയ്തത് നമ്മൾ 19 ഞാൻ പറയാം പിന്നെ നമ്മൾ 19 ഒരു സെക്ഷനായിട്ടും 1 വേറെ സെക്ഷനായിട്ട് ചർച്ച ചെയ്താൽ പ്രസക്തിയുണ്ട്. അത് അസാധുവല്ല, അത് ഏഞ്ചല് ഒരു കൺഫ്യൂഷനിൽ പറഞ്ഞാണ്. കോടതി ഉത്തരവ് അസാധുവൊന്നുമില്ല. 4 ആഴ്ചയ്ക്ക് സത്യം. ഞാൻ പറയട്ടെ, ഇവരുടെ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണമെന്ന് പറഞ്ഞാണല്ലോ ഹർജി പോയത്. ഇവരുടെ തെരഞ്ഞെടുപ്പ് തന്നെ റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ടല്ലോ ഹർജി പോയത്. എത്ര കാലം പ്രസംഗിച്ചു? കോടതിയിൽ തൊട്ടോ? കോടതി പറഞ്ഞത് 4 ആഴ്ചയ്ക്ക് സത്യപ്രതിജ്ഞ ചെയ്യണം എന്നാണ് കോടതി പറഞ്ഞത്. അത് ഞങ്ങൾ അനുസരിക്കുന്നു. എന്ത് അത് പറഞ്ഞല്ലോ പരാതിക്കാരൻ പോയത്. ഞാൻ പറയുന്നത് നിങ്ങൾ പരാതി കൊടുത്ത ആളിനോട് ചോദിക്കണം, സെലക്റ്റീവായിട്ട് ജനാധിപത്യം സംരക്ഷിക്കാൻ ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ്? അത് കൊടുത്തെങ്കിൽ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ച് എല്ലാ പേരും വീണ്ടും ചെയ്യണമെന്ന് കൊടുക്കണ്ടേ? സെലക്റ്റീവായിട്ട് ഇറങ്ങില്ല, അത് ചോദിക്കണം. തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് പറഞ്ഞ പോയ ആളിനെ അത് കോടതി മുഖവിലേക്ക് എടുത്തില്ല. തിരിച്ചടി അവിടെയാണ് ഏറ്റത്. ഇല്ല, ഒരു കോടതി ഒരു വിധി പറഞ്ഞാൽ കോടതി ഇപ്പൊ അത് കോടതി വിധി വരുന്നതിന് മുമ്പല്ലേ? ബഹുമാനപ്പെട്ട കോടതിയുടെ വിധി വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അപ്പലേറ്റ് കോർട്ടുകളുടെ ഹൈക്കോടതി സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞാൽ, ഞങ്ങളെപ്പോലെ ഒരു പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു പാർട്ടി ആ വിധി മുകൾ കോടതിയിൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ അപ്പീൽ പോകാം. ഞങ്ങൾ ആ കോടതി വിധിയെ ആരോഗ്യകരമായി അംഗീകരിച്ചു പോകുന്ന പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ ചരിത്രം ഞങ്ങൾ 50-60 വർഷത്തെ പ്രവർത്തന ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കും. ഞങ്ങളുടെ ജഡ്ജിന്റെയും ഹൈക്കോടതി ജഡ്ജിന്റെയും കൊലകത്തിയാൻ പോയിട്ടില്ല. ജസ്റ്റിസ് BK ബാലിയെ നാട് നടത്തിയ ആരാ? ജഡ്ജിമാരുടെ ഹൈക്കോടതി ജഡ്ജിമാരുടെ കോലം കത്തിച്ചാരാ? ഹൈക്കോടതിയിൽ പ്രകടനം നടത്തിയ ആരാ? ഞങ്ങൾ ഒരിക്കലും നടത്തി, ഒരു മജിസ്ട്രേറ്റ് കോടതിയിലോട്ടും ഞങ്ങൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കോടതി ചെന്നിരിക്കും. ഓക്കെ, അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത് 24 മണിക്കൂറിന് വിധി പേർ കൈ കിട്ടിയാൽ 24 മണിക്കൂറിനും വേണം സത്യപ്രതിജ്ഞ. ഞങ്ങൾ പ്രിപ്പയർഡാണ്. ഞങ്ങൾ പ്രിപ്പയർഡാണ്. തീരുമാനമല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഞങ്ങൾ പ്രിപ്പയർഡാണ്. ഇപ്പൊ കോടതിയുടെ വിധിയുടെ സംരക്ഷണയിലാണ് എല്ലാവരും. ഞങ്ങൾ അക്ഷരം പ്രതി അതനുസരിക്കും. അത് അത് എല്ലാം കൂടെ ഇപ്പൊ പറഞ്ഞാൽ പിന്നെ ഒരു വാർത്താ സമ്മേളനത്തിന് സ്കോപ്പില്ല. ഇപ്പൊ നിങ്ങൾക്കും അതിലൊരു തീരുമാനം വരുന്നവരെ കുറച്ച് വാർത്തകൾ കൊടുക്കണമല്ലോ. അപ്പൊ അതിന്റെ സ്കോപ്പെല്ലാം അങ്ങ് തീരും. നമുക്ക് ഒരുമിച്ചാക്കാം. അല്ല, ഞാൻ അങ്ങനെ ഞാൻ ആവശ്യപ്പെടുമെന്നും പറഞ്ഞില്ല. അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കും. ഞാൻ പറഞ്ഞത് പറയട്ടെ അനസ്, ഞാൻ പറഞ്ഞത് അതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കും. ഒരു വിധി വരുമ്പോൾ ഏത് കേസിലാണ് വിധി വന്നാൽ ആ കേസിൽ അകപ്പെട്ട അല്ലെങ്കിൽ കേസിൽ ഉൾപ്പെട്ട ആൾക്കാർക്ക് മാത്രമല്ല, ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും വിധി വരുമ്പോൾ അത് ഇത്തരം കേസുകളിൽ എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. സ്വാഭാവികമാണത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 101 പേർക്കും ഇത് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ മറ്റാരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് വിവരം. പരിശോധിച്ചിട്ട് അവരെ കൂടി സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ഉൾക്കൊള്ളിക്കുന്നതിന്റെ നിയമവശങ്ങൾ പരിശോധിക്കും. ഇനി നിയമം അതിനെ അനുവദിക്കുന്നില്ല എങ്കിൽ വേണ്ട. ഓക്കെ, രണ്ട് യോഗത്തിൽ പങ്കെടുത്തില്ലെന്ന് ആരാ പറഞ്ഞത്? ആരാ പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞു രേഖകൾ പറഞ്ഞു. ആരാ പറഞ്ഞു? ഞങ്ങൾ പറഞ്ഞില്ല, രേഖകളും അങ്ങനെയല്ല പറയുന്നത്. കേസ് മാർട്ടുണ്ട്, കേസ് മാർട്ട് നോക്കൂ.
ആയിക്കോട്ടെ, പരിശോധിക്കട്ടെ. പരാതി കൊടുത്തതിന്റെ അതിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് പോട്ടെ. ഇതൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരായോട്ടെ വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഞങ്ങൾ കാര്യങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും കോൺഫിഡൻസ്. ഞാൻ പറയുന്നത് നിയമപരമായിട്ട് ഇപ്പൊ യാതൊരു തടസ്സമില്ല. ഇനി 29-ാം തീയതി കൗൺസിൽ വരുമ്പോഴേക്കും നമുക്ക് നോക്കാം എന്താ സംഭവിക്കും. ആ ആയിക്കോട്ടെ, നിയമപരമായിട്ട് ഇപ്പൊ യാതൊരു തടസ്സവുമില്ല. ഞാൻ പറയട്ടെ, അദ്ദേഹം അതിന്റെ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ട് പറയാം. അദ്ദേഹം തൊട്ട് മുമ്പ് നടന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല, അതിനു മുമ്പുള്ള കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, ഏപ്രിൽ മാസത്തിൽ നടന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, മെയ് മാസത്തിൽ നടന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ഇത് ഇലക്ട്രോണിക് എവിഡൻസും ഉണ്ട്, അല്ലാതെ ഫിസിക്കൽ എവിഡൻസും ആർക്കും ഇവിടെ പരിശോധിക്കും. ഓക്കെ, കഴിഞ്ഞു. അദ്ദേഹം പിന്നെ അവർ 2 മാസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ ഒരു സ്വപ്നം, അതിനെ ഞങ്ങൾ തടസ്സപ്പെടുത്തിയില്ല. അത്രേ ഉള്ളൂ. സ്വപ്നം കാണാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടല്ലോ, നമുക്കൊക്കെ ഉണ്ടല്ലോ. എന്തോ ആര് പറഞ്ഞു? ആക്ട് എന്റെ ഓഫീസിൽ കൊണ്ട് വന്നാൽ എടുത്തുതരാം. അതിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടേ ഞാൻ മറുപടി പറയാം. മുനിസിപ്പൽ ആക്ട് ഇംഗ്ലീഷും മലയാളം എന്റെ ഓഫീസിലുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വന്നോളൂ. അതിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ആം ലയബിൾ ടു ഗിവ് ആൻസർ. അങ്ങ് വരും, അങ്ങ് ആക്ടില് അങ്ങനെ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ലൈൻ കാണിച്ചു ഞാൻ 2 വർഷം തരാം. കാരണം അതിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് തരാം. അതുകൊണ്ട് ആ കാലാവധിയിൽ ഞങ്ങൾ ചെയ്തതിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് ആക്ടിൽ അങ്ങ് കാണിച്ചു തന്നാൽ ഞാൻ മറുപടി പറയാം.